പക്ഷെ പനിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. ഇന്നലെ മാത്രം 12,441 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 59 പേർക്ക് ഡെങ്കിപ്പനിയും 11 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസ ബാധിച്ച ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സന്തുര സജു വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് രാവിലെ. സന്തുര, ഗുഡ് മോർണിംഗ്. പക്ഷേ അതിനൊപ്പം നമ്മളൊരു വളരെ ആശങ്കയുള്ളൊരു കാര്യമാണല്ലേ പനിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. നേരത്തെ ഞാൻ VS രഞ്ജിത്തിനോട് ചോദിക്കുകയായിരുന്നു, 10-12 പേര് ഒരു ദിവസം പനി ബാധിച്ച് ചികിത്സ തേടുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത്രമേൽ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഈ പൊതുവിടങ്ങളിൽ ആശുപത്രിയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ മാസ്ക് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ധരിക്കേണ്ടതുണ്ട് എന്നതുകൂടി മുന്നറിയിപ്പുകളായുണ്ട്. എങ്ങനെയുണ്ട് ഈ പനിയുടെ പുരോഗതി, നമ്പറുകൾ, മുന്നറിയിപ്പുകളൊക്കെ? മധു, സംസ്ഥാനത്ത് ഓരോ ദിവസവും പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 9,000-വും 10,000-വും ഒക്കെ ആളുകൾക്കാണ് പനി ബാധിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ആഴ്ച വരുമ്പോഴേക്ക് ഏതാണ്ട് 12,000-ന് മുകളിൽ കേസുകൾ ഒരു ദിവസം സംസ്ഥാനത്ത് ഈ പകർച്ചപ്പനി മൂലം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ചികിത്സ തേടാത്ത ആളുകളും ഉണ്ട് എന്നുള്ളതാണ് മധു. ഇത് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടിയ ആളുകളുടെ എണ്ണം മാത്രമാണ്. പല ആളുകളും ഈ പനി ആയതുകൊണ്ട് തന്നെ ചെറിയ പനിയല്ലേ, ഒരു പാരസെറ്റമോളൊക്കെ അല്ലെങ്കിൽ ഒരു ഡോളോ ഒക്കെ കഴിച്ച് വീട്ടിലിരിക്കാമെന്ന് കരുതുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി ആശുപത്രിയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ കണക്ക് ഇരട്ടിയാകും എന്നുള്ളതാണ് ഇതിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. നമ്മുടെ ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് വീട്ടിലൊക്കെ ആണെങ്കിലും പല ആളുകൾക്കും പനിയും ചുമയും ഒക്കെ, നമുക്ക് അറിയുന്ന ആളുകൾക്ക് തന്നെ പലർക്കും പനിയും ചുമയും ഒക്കെ ഉള്ള ആ കാര്യം നമുക്ക് അറിയുന്നത് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ പനി ബാധിതരുടെ എണ്ണവും ഓരോ ദിവസവും കൂടി വരുന്നത് എന്നുള്ളതും ആശങ്ക ഉണ്ടാക്കുന്ന കണക്കുകൾ തന്നെയാണ് മധു. ഇന്നലത്തെ ഇപ്പോൾ ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ നോക്കുകയാണെങ്കിൽ 12,441 പേരാണ് ഇന്നലെ പകർച്ചപ്പനി മൂലം സംസ്ഥാനത്തെ ആശുപത്രികൾ ചികിത്സ തേടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. 2,365 പേരാണ് മലപ്പുറം ജില്ലയിൽ ഇന്നലെ പനി മൂലം ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, പാലക്കാട്, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ഈ ജില്ലകളിലൊക്കെ തന്നെയും 1000-ന് മുകളിലാണ് ദിവസവും പനി ബാധിക്കുന്നവരുടെ എണ്ണം എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതിൽ 2 ജില്ലകളിൽ മാത്രമാണ് അത് കുറച്ചെങ്കിലും ഒരു ആശ്വാസമുള്ളത്. ഒന്ന് കോട്ടയം ജില്ലയും അതുപോലെ തന്നെ ഒന്ന് ഇടുക്കി ജില്ലയുമാണ്. ഈ 2 ജില്ലകളിൽ മാത്രമാണ് പ്രതിദിന പനിബാധിതരുടെ എണ്ണം 500-ൽ താഴെയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും 500-ന് മുകളിലാണ് ഈ കണക്ക് എന്നുള്ളത്. എന്ന് പറയുമ്പോൾ മാത്രമായി ഇതിനെ കാണാനും കഴിയില്ല മധു. കാരണം ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പനി പടർന്നു പിടിക്കുകയാണ്. ഇന്നലെ മാത്രം 239 പേരാണ് ഈ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അപ്പോൾ പനി എല്ലാവർക്കും പനി വരുന്നൊരു സമയം എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി സൂക്ഷിക്കേണ്ടതുണ്ട്. ആകെ കോട്ടയംകാരും ഇടുക്കിക്കാരും മാത്രമാണ് ഇത്തിരി രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ബാക്കി എല്ലാവരും പനിച്ച് വിറച്ചൊക്കെ ഇരിക്കുകയാണ് എന്നാണ് നമ്മൾ ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.